ഭരണവിരുദ്ധ വികാരമില്ലെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്നത് ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളാണ്. അതേസമയം യു ഡി എഫിന് മുൻതൂക്കം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. പക്ഷേ 100 സീറ്റ് കിട്ടില്ല എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ മന്ത്രിസഭയിലെ മികച്ച വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തു പറയാൻ തക്ക വിശേഷമുള്ള വകുപ്പുകൾ ഒന്നുമില്ലതാനും. എങ്ങനെയാണ് ഈ ഒരു ഇലക്ഷൻ കടന്നു പോവുക? ഇതിനകത്ത് കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അതെല്ലാ ജനങ്ങളിലും ഉണ്ട്. അതിന് ഈ 10 വർഷക്കാലത്ത് പിണറായി വിജയൻ്റെ ഭരണവും അതിനകത്ത് അവർ കാട്ടിക്കൂട്ടുന്ന ചില പ്രീണന നയങ്ങളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതേ സമയത്ത് ആർക്ക് അധികാരം കിട്ടുന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് നിരീക്ഷകർക്ക് പോലും സാധിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയൊക്കെ തന്നെ വെച്ചിട്ടുള്ള നിരീക്ഷകർ 80% വരേക്ക് യു ഡി എഫിന് കിട്ടാം, 80 സീറ്റ് വരെ കിട്ടാം, 100 സീറ്റ് കിട്ടൂല, ചില വകുപ്പുകൾ നല്ലതാണ്, ചില വകുപ്പുകൾ തീരെ മോശമാണ്. ഈ നല്ല വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാണ് ഒരു അത്ഭുതം എന്നെപ്പെടുത്തിയത്. ഇവരുടെ നിരീക്ഷണം ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ ചിന്തകന്മാരുടെ ആയിരിക്കുന്ന ആളുകളുടെ നിരീക്ഷണങ്ങളുടെ പൊള്ളത്തരമാണ് ബോധ്യം വരിക. കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അത് കൈകാര്യം ചെയ്യുന്നത് ശ്രീമൻ ശിവൻകുട്ടിയാണ്. കേരളം കണ്ട ഏറ്റവും മോശം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരാണ് ശിവൻകുട്ടി എന്നുള്ളത്. ഒരു 365 വാക്ക് തികച്ച് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത ആളാണ്. അങ്ങനെയുള്ള വിവരം കേട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഇയാളുടെ വകുപ്പ് എങ്ങനെ നന്നാവുക? രണ്ടാമതൊന്നും വരുമാന വകുപ്പാണ്. അമ്മായിപ്പൻ്റെ വകുപ്പ് മോശമാണ്, ആഭ്യന്തര വകുപ്പ് മോശമാണ്, സംഭവിച്ചു. അതെല്ലാവരും പറയുന്നുണ്ട്, ഇവരും പറയുന്നുണ്ട്. മറിച്ച് ടൂറിസം വകുപ്പ് നല്ലതാണ്. എവിടെയാണ് ടൂറിസം വകുപ്പ് നല്ലതാവുക? എവിടേക്കാണ് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നത്? എവിടെയാണ് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്നത്? നാഷണൽ ഹൈവേ കൂടി മാത്രം വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഏകദേശം വലിയ കുഴപ്പമില്ല. അതും ഏകദേശം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള ടൂറിസം വകുപ്പ് നല്ലതാണെന്ന് പറയും. കാരണം ടൂറിസം വകുപ്പിൻ്റെ മന്ത്രി പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ്. അദ്ദേഹം ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില റീൽസ് വരാറുണ്ട്. റീൽസ് അദ്ദേഹം ഏതെങ്കിലും ഹൈവേ കൂടി നടക്കുന്നതിന് ചിത്രമാണ് വരുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ സ്വയം ആ മന്ത്രിക്ക് അതിന് ബോധ്യമുണ്ട്, തൻ്റെ വകുപ്പ് അത്യന്തം പരിതാപകരമാണ് എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെയാണ് ടൂറിസം. കാരണം കേരളത്തിലേക്ക് ആരാ ടൂറിസ്റ്റുകൾ വരുന്നേ? വിദേശികൾ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഉത്തര ഭാരതത്തിലുള്ള ആളുകൾ വരുന്നുണ്ടോ? ആരാണ് ടൂറിസ്റ്റുകൾ? എവിടേക്കാണ് വരുന്നത്? കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ടൂറിസത്തിൻ്റെ വകുപ്പ് ഒരു ആസൂത്രണമില്ലാതെ കണ്ട് ഒരു കെടുകാര്യസ്ഥതയുടെ പര്യായമായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. ഇതിനിവർ തിരിച്ചറിയുന്നില്ല. ഈ പറയുന്ന ആളുകൾക്ക് എയർ കണ്ടീഷൻ മുറിക്കാതിരുന്നുകൊണ്ട് ചർച്ച നടത്തുന്ന ഈ ചർച്ചയുടെ പൂർത്തീകരണം ഒരിക്കലും ജനങ്ങൾക്ക് പ്രയോജനപ്രദമാവില്ല. ഇവർ സത്യസന്ധമായിട്ട് ജനങ്ങളിലേക്ക് ഇവർ ഇറങ്ങിച്ചെല്ലണം. ഇവർ കണക്കൂട്ടുന്ന പോലെ 5-3-8 അല്ല. ഈ 5-3-8 എന്നുള്ളതിൻ്റെ അപ്പുറത്തൊരു കണക്കൂടെയുണ്ട്. ഈ കണക്കുകളിലേക്ക് കേരളത്തെ മാറ്റുക എന്നുള്ളതാണ് അനിവാര്യമായിരിക്കുന്നത്. കേരളം നിരവധി ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കേരളത്തിന് വിദ്യാഭ്യാസ രംഗത്ത് തനതായിരിക്കുന്നൊരു മാറ്റം അനിവാര്യമാണ്. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൽ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം വരണം. അങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നല്ലോ, നാഷണൽ ഹൈവേയിൽ കൊണ്ടുവന്നല്ലോ. ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് 93,000 കോടി രൂപയാണല്ലോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. നാഷണൽ ഹൈവേ മിക്കവരെല്ലാം 6 വരി പാതകളായിട്ട് വരികയാണല്ലോ. അതേപോലെ തന്നെ റെയിൽവേയുടെ വികസനം വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ടല്ലോ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു ഹൈടെക് രീതിയിലാണ് റെയിൽവേ സ്റ്റേഷന് മാറ്റമുള്ളത്. നമുക്കിനിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഷട്ടറൊന്നും പൊക്കി നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇതിനകത്ത് സെർച്ച് ചെയ്താൽ മതി, വെർ ഇസ് മൈ ട്രെയിൻ എന്നുള്ളതിനകത്ത്. അങ്ങനെയുള്ള നിരവധി സൗകര്യങ്ങൾ റെയിൽവേ ഇന്ന് അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ റെയിൽവേയുടെ വികസനം നടക്കുന്നു, അല്ലെങ്കിൽ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുന്നു. വ്യവസായ രംഗത്ത് കേരളത്തിലെ ആരെ വ്യവസായ രംഗത്ത് അടച്ചുപൂട്ടിച്ചത്? കേരളം ഭരിക്കുന്ന ആളുകളാണ് അടച്ചുപൂട്ടിച്ചത്. എത്ര സ്ഥാപനങ്ങളാണ് ഇവർ കേരളത്തിൽ അടച്ചുപൂട്ടിച്ചത്? പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ കണക്കുകളും ഒക്കെ സർക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സർക്കാരിനെ കുറ്റം പറയാനായിട്ട് നമുക്ക് സാധിക്കും? സർക്കാരിനെ സംബന്ധിച്ച് ഇത്തരം പരിപാടികൾ നയപരിപാടിയില്ല. ഇവർക്ക് നയമില്ല. വ്യവസായ നയം കേരളത്തെ സംബന്ധിച്ച് അത്യന്തം പരിതാപകരമാണ്. അതുകൊണ്ട് പുതിയ വ്യവസായികൾ കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്ന വ്യവസായത്തിൻ്റെ കണക്ക് ഇവരെന്ന് പറയട്ടെ. ഇവർ പറയുന്നത് കുടിൽ വ്യവസായങ്ങൾ ആരംഭിച്ചു, MSME പരിപാടികൾ ആരംഭിച്ചു, ചെറിയ ചെറിയ വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുക. ഇതിൻ്റെ കണക്കുകൾ എൻ്റെ കയ്യിലുണ്ട്. 1940-കളിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്നത് 40,000 കുടിൽ വ്യവസായങ്ങളാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ എത്ര ഉണ്ട് ഇവരൊന്ന് പറയട്ടെ. ആലപ്പുഴ ജില്ലയിൽ 5,000 കുടിൽ വ്യവസായം നിലവിലുണ്ടോ? ഇല്ലല്ലോ. സർ, അതുപോലെ തന്നെയല്ലേ പെൻഷൻ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയുണ്ടായി.
കാര്യം 2500 പറഞ്ഞതെങ്കിലും 2000 വന്ന് നിൽക്കുന്നു. 2000 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പെൻഷനൊക്കെ കൊടുക്കുന്ന തരത്തിൽ എല്ലാം മുടക്കുകളെല്ലാം തീർത്ത് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. ഇത് വയോജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ളതാണ്. അപ്പോൾ ആ വിഭാഗം വോട്ടുകൾ സ്വാഭാവികമായിട്ടും LDF പോവില്ലേ? അല്ല, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നിങ്ങൾ ഇത് 3000 റുപ്യയായിട്ട് പെൻഷൻ ആക്കാൻ വേണ്ടി പോകുന്നു, ഇപ്പം 2000 റുപ്യ കൊടുക്കുന്നു, 1000 രൂപ ഞങ്ങൾ കൂട്ടി കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ എവിടെ നിന്നെടുത്താണ് കൊടുക്കുന്നത്? നമുക്ക് ഒരാൾക്ക് സൗജന്യം കൊടുക്കും. ഇപ്പോൾ UDF പ്രകടന പത്രികയിൽ ഞാൻ കണ്ടു, ഞങ്ങൾ 3000 റുപ്യ ആക്കും, 25 ലക്ഷം രൂപയ്ക്കുള്ള ലോൺ സൗജന്യമായിട്ട് കൊടുക്കും, ആരോഗ്യ പദ്ധതികൾ നടപ്പിൽ വരുത്തും. എവിടെ നിന്നാണ് സൗജന്യം കൊടുക്കാൻ കേരള സർക്കാരിൻ്റെ കയ്യിൽ പണം? സ്ത്രീകൾക്ക് മുഴുവൻ KSRTCയിൽ സൗജന്യമായിട്ടുള്ള യാത്ര. ഇതിന് പണം എവിടെ നിന്നാണെങ്കിലും ഇവർ വ്യക്തമാക്കണം. ഈ പണം പറയാനുള്ള UDF കയ്യിൽ വല്ല രേഖയുണ്ടോ? ഇപ്പോൾ NDA ആണ് അധികാരത്തിൽ വരുന്നത് എന്ന് വയ്ക്കുക. അപ്പോഴാണെങ്കിലും LDF അല്ല UDF ആണോ അല്ലെങ്കിൽ NDA ആണോ വരുന്നതെങ്കിൽ പോലും അപ്പോഴും പണമില്ലായ്കയുണ്ട്. അപ്പോഴും ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടെ നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പണം വരും? ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അനാവശ്യമായിരിക്കുന്ന സബ്സിഡികൾ എടുത്തു കളയുക തന്നെ വേണം. അതേപോലെ തന്നെ സർക്കാരിന് പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ വരണം. അതേപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഒരുപക്ഷെ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ യാത്രാ സൗകര്യം എളുപ്പമാണ്, ചിലവുകൾ വളരെ കുറയും. ചിലവുകൾ കുറയ്ക്കണം. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുണ്ട്, പുരപ്പുറത്തുള്ള ഊർജ പദ്ധതി. ഈ തരത്തിൽ പദ്ധതികൾ കൊണ്ടുവരണം. അങ്ങനെ ഒരു സമയത്ത് കേരളത്തിന് ആവശ്യമുള്ള വൈദ്യുതി ഓരോ വീട്ടുകാർക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അവർ വരുന്ന സൗരോർജ്ജത്തിൽ നിന്ന് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതിനൊന്നും സംവിധാനമില്ല. അതിന് കേന്ദ്ര സർക്കാരിന് ഏകദേശം 78,000 രൂപയാണ് അതിൻ്റെ സബ്സിഡി കൊടുക്കുന്നത്. ആകെ 3.5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. ഈ 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 78,000 സബ്സിഡി കിട്ടിയാൽ ബാക്കി 2.25 ലക്ഷം രൂപ വരുന്നു. ഇവർ ആജീവനാന്തി ഇവരുടെ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് കുറയുന്നു. ആരാ ഇതിന് എതിര് നിൽക്കുന്നത്? ഇന്ന് കേരളം ഭരിക്കുന്ന LDF സർക്കാർ നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ യൂണിയനായിട്ടുള്ള CATUവിലെ ഭീകരന്മാരാണത്. അവർ KCBയിലെ ജീവനക്കാരാണ്. KCBയിലെ ജീവനക്കാർ ആണ് ഇതിനെതിരെ നിൽക്കുന്നത്. അവരെതിരെ നിൽക്കാൻ കാരണം എന്താണെങ്കിൽ അവർക്കൊക്കെ ഭാരിച്ച ശമ്പളമാണ് കിട്ടുന്നത്. ഈ ഭാരിച്ച ശമ്പളം കിട്ടി പണിയെടുക്കാത്ത നിരവധി ആളുകൾ കേരളത്തിലെ KSEBയിലുണ്ട്, കേരളത്തിലെ വാട്ടർ അതോറിറ്റിയിലുണ്ട്, കേരളത്തിലെ പബ്ലിക് വർക്സിലുണ്ട്, കേരളത്തിലെ കോർപ്പറേഷനുകളുണ്ട്. നിങ്ങൾ കൊച്ചി കോർപ്പറേഷൻ അടക്കമുള്ള കോർപ്പറേഷനുകളുടെ കണക്കെടുക്കുക. അവിടെയുള്ള ജീവനക്കാരിൽ അധ്വാനിക്കാത്തവരാണ് കൂടുതൽ. ഇതിന് മുഴുവൻ തീറ്റിപ്പോറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ കേരളം ഏകദേശം ചില വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ വലിയൊരു പതനത്തിലേക്കാണ് കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പതനത്തിന് കാരണം ഇവർക്ക് അർഹതപ്പെടാത്തത് കൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. ഒരു 10 വർഷം നീണ്ട കാലയളവിൽ ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 5 വർഷത്തെ ഭരണം തീരെ മോശമായിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ഭരണം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അത് ഏത് തരത്തിൽ PR വർക്ക് നടത്തിയാലും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ 10 വർഷം നീണ്ട ഒരു ഭരണത്തിനിടയിൽ യാതൊരു തരത്തിലുമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും ഈ സർക്കാർ ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഇതിനകത്ത് സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളല്ല ഭരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ LDF ഭരണം 10 വർഷക്കാലത്തോളം നിലനിന്നു. UDF ആണ് അപ്പുറത്ത് നിൽക്കുന്നത്, പ്രധാനപ്പെട്ട കക്ഷി. ഈ രണ്ട് കക്ഷികൾ നടത്തുന്ന മതപരമായിരിക്കുന്ന സ്വാധീനങ്ങളാണ് തെരഞ്ഞെടുപ്പിനെ ഇവരെ സ്വാധീനിക്കുന്നത്. ഇവർ മതത്തെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇസ്ലാമിക തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് UDF ഇലക്ഷൻ മത്സരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളെതിരാണ് ഇവർക്ക്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനകത്ത് LDF ഭരണം മോശമാണെങ്കിൽ പോലും ആ മോശമായിട്ടുള്ള ഭരണത്തിൻ്റെ ആളുകളെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നിർബന്ധിതരാക്കുക എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം UDF നയവൈകല്യങ്ങളാണ്. അവർ സാമ്പത്തിക പരിപാടികളില്ല. അവർക്ക് ഇപ്പം തന്നെ കനകോലിനെ പോലുള്ള ആളുകൾക്ക് ഈ സൗജന്യം കൊടുക്കാനായിട്ട് മറ്റേ വിവരം കെട്ടവനും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് ഇവർ ആനുകൂല്യങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് ഇൻകം സോഴ്സ് എന്നുള്ള ഇവർ വെളിപ്പെടുത്തേണ്ടതാണ്. അത് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രകടന പത്രികയുടെയൊക്കെ വെളിച്ചത്തിൽ അതിനകത്ത് സത്യസന്ധത ഇണ്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിക്കുന്ന ഈ വിഷയത്തിൻ്റെ അനുമാനം. അങ്ങനെയാണത്. അപ്പം അതുകൊണ്ട് ഭരണം ഒരുപക്ഷെ LDF തുടരാം, അല്ലെങ്കിൽ UDF കിട്ടാം. പക്ഷെ ആർക്ക് കിട്ടിയാണെങ്കിലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വികസനം ഇപ്പോഴും ഒരു ഏട്ടിലെ പശു തന്നെയായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. അതാണ് കേരളത്തിൻ്റെ വികസനത്തിൽ നിന്ന് കേരളം വളരെ വളരെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം.